മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരെ ആഞ്ഞടിച്ച് PV അൻവർ MLA. മുഖ്യമന്ത്രി പറയുന്നത് കൃത്യമായി പറയാതെ സർക്കാരിനെ മോശമാക്കാൻ അജിത് കുമാറും ടീമും പ്രവർത്തിച്ചു. രാഷ്ട്രീയക്കാരുടെ ഫോൺ കോളുകൾ ചോർത്തി MR അജിത് കുമാറിന്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിമെന്നും PV അൻവർ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ന്യായമായി ഉൾക്കൊള്ളാതെ ഈ ഗവൺമെന്റിനെയും ഈ പാർട്ടിയെയും ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് MR അജിത് കുമാറിൻ്റെ ഒപ്പമുള്ള കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗം എന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ആദ്യമായി സൂചിപ്പിക്കുന്നത്. ഈ MR അജിത് കുമാറിൻ്റെ റോൾ മോഡൽ ഒരു പക്ഷേ ദാവൂദ് ഇബ്രാഹിമാണോ എന്ന് സംശയിച്ചു. ഈ നാടിൻ്റെ ആഭ്യന്തര സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വിശ്വസിച്ച് ഗവൺമെൻറ് ഏൽപ്പിച്ച ഉത്തരവാദിത്തപ്പെട്ട ചില ഓഫീസർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യവിരുദ്ധമായ, ദേശവിരുദ്ധമായ, സാമൂഹിക വിരുദ്ധമായ അവരുടെ പ്രവർത്തികൾ ജനങ്ങളെ, സർക്കാരിനെ, എൻ്റെ പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ ഇതല്ലാത്ത ഒരു മാർഗവും എൻ്റെ മുമ്പിലില്ലാത്തതുകൊണ്ടാണ് ഈ ഫോൺ കോളുകൾ ചോർത്തി ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കേണ്ടി വന്നത്. ADGP MR അജിത് കുമാറിനും SP സുജിത് ദാസിനും സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധമെന്നും PV അൻവർ. അജിത് കുമാറിന്റെ ഭാര്യയുടെ ഫോൺ കോൾ ഞെട്ടിപ്പിക്കുന്നതെന്നും PV അൻവർ. SP സുജിത് ദാസ് സ്വർണ്ണക്കടത്തിന് സഹായം ചെയ്യുകയല്ല, അതിന്റെ ഭാഗം തന്നെയാണ്. കോഴിക്കോട്ട് നിന്ന് കാണാതായ മാമി എന്ന കച്ചവടക്കാരനെ കൊലപ്പെടുത്തിയെന്നാണ് താൻ വിശ്വസിക്കുന്നത്. ഇതിന് പിന്നിൽ കള്ളക്കടത്ത് സംഘമെന്നും PV അൻവർ പറഞ്ഞു. അജിത് കുമാറിന്റെ ഫോൺ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ മറ്റൊരാളുമായി സംസാരിക്കുന്ന ഫോൺ കോൾസ്, ഭാര്യയെ വിളിക്കുന്നത് ഭാര്യയുടെ ആങ്ങളെയാണ്. ആ ഫോണ് ഫോർവേഡ് ചെയ്ത് അതിൻ്റെ മറ്റേ അറ്റത്ത് കേരളത്തിലെയും ബോംബെയിലെയും കള്ളക്കടത്ത് സംഘത്തിലെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന വളരെ പ്രധാനികളായ കള്ളക്കടത്തുകാരാണ് മൂന്നാമത്തെ ഫോണിൽ. ഈ പറയുന്ന MR അജിത് കുമാർ ഇവിടെ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട്, കൊലപാതകം നടത്തിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. മാമി എന്ന് പറയുന്ന കോഴിക്കോടത്തെ ഒരു കച്ചവടക്കാരൻ ഒരു വർഷമായി കാണാതായിട്ട്, കൊണ്ടുപോയി കൊന്നതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെതിരെ താൻ സഭയിൽ ഉന്നയിച്ച അഴിമതി ആരോപണത്തിൽ തന്റെ മൊഴി രേഖപ്പെടുത്താതെ കോടതിയിൽ വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചുവെന്നും PV അൻവർ. താൻ പറയുന്നതിൽ കഴമ്പില്ലെന്നാണ് പോലീസ് പറയുന്നതെന്നും PV അൻവർ പറഞ്ഞു. സുജിത് ദാസ് അവധിക്ക് പോയത് തെളിവ് നശിപ്പിക്കാൻ P ശശി ഉത്തരവാദിത്തം നിറവേറ്റിയില്ല. പ്രിയപ്പെട്ട, എങ്ങനെ അഭിവാദ്യം ചെയ്യേണ്ടത് എനിക്കറിയില്ല. സുജിത് ദാസ് ചേട്ടൻ അല്ല, എന്തിനാ ലീവ് പോയത്? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലീവ് പോയത് ഇപ്പൊ ഈ തെളിവ് നശിപ്പിക്കാൻ ഓടുക. ഇത്രയും കള്ളത്തരങ്ങൾ നടക്കുന്നു. വിശ്വസിച്ചേൽപ്പിച്ചതാരാ? സഖാവ് P ശശിയാണ് അല്ലേ? അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം ഇത് കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൊള്ള നടക്കുമോ? PV അൻവർ തത്സമയം. കുറച്ചുകൂടി സമയമെടുക്കും. ഇതെന്ന് തീരുന്നറിയില്ല. മിനിമം 1 വീക്ക്. കാരണം ഇൻഫർമേഷൻ വന്നുകൊണ്ടേ ഇരിക്കുന്നു. നമ്മൾ പറഞ്ഞ ആരും വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നുണ്ടോ? ഈ ചങ്ങാതി പറഞ്ഞ ഇതിൽ വിശ്വാസ്യതയുടെ പ്രശ്നമില്ലല്ലോ. ദിസ് ഇസ് എ ഓപ്പൺ ബുക്ക്. ഇതിന് വേണ്ടത് എൻക്വയറിയാണ്, അന്വേഷണമാണ്. അത് സത്യസന്ധരായ ഓഫീസർമാർ സ്പെഷ്യൽ ടീം ഉണ്ടാക്കി റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയുടെ നിരീക്ഷണത്തിൽ വേണം അന്വേഷണം നടത്താൻ. ഞാനീ പറയുന്ന ആളുകൾക്ക് എല്ലാവർക്കും എതിരെ ഇനിയും വേറെ ആൾക്കാർ ഇതിൽ വരാനുണ്ട്, ഇനിയും ആളുകൾ വരാനുണ്ട്. ഈ ഗവൺമെന്റിനെ കുളം തോണ്ടിക്കാൻ എത്ര ദിവസമായിട്ട് ആലോചിക്കാൻ 15 ദിവസമായില്ലേ? ഇത് പ്രതിപക്ഷം ഏറ്റെടുക്കാത്തത്? ഈ പിണറായി അങ്ങനെ മാന്തി തിന്നിരുന്ന പ്രതിപക്ഷം എവിടെ? ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു തെളിവ്, അല്ലെങ്കിൽ ഒരു വാർത്ത, ഒരു ഫോൺ കോള് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ വിട്ടിട്ട് എവിടെ പ്രതിപക്ഷം? എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇല്ലാത്തത്? അവരെ ഉള്ളിലൂടെ സഹായിക്കുന്നവന്റെ നെഞ്ചത്തേക്കാ ഇത് പോണത്. ഇവിടുത്തെ പ്രതിപക്ഷത്തെക്കാളും ശക്തമാണ്
അജിത് കുമാർ അജിത് കുമാറും ടീമും അവരാണ് ഈ ഗവൺമെന്റ് നശിപ്പിച്ചത്. അവരാണ് ഈ പാർട്ടി നശിപ്പിക്കാൻ നോക്കുന്നത്. പല സ്ഥലങ്ങളിലും പല കേസുകളിലും ഇതിലെ ഈ പറയുന്ന പാർട്ടി പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കി പാർട്ടിക്ക് ആളെ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോവല്ലേ പ്രവർത്തിക്കാൻ. എന്താ അരീക്കോട് പോയിട്ട് നിങ്ങളൊന്ന് അന്വേഷിക്കൂ പാർട്ടി പ്രവർത്തകരോട് അവരുടെ മാനസികാവസ്ഥ. എന്തിനു വേണ്ടിയാ 10-18 ദിവസം അവർ ജയിലിൽ കിടന്നത്? ഈ ഗവൺമെന്റിന്റെ പ്രധാനമായ ഒരു പരിപാടിയായിരുന്നു നവകേരള സദസ്സ്. ആ സദസ്സ് കലക്കാൻ വന്നവനെ പിടിച്ചു മാറ്റിയതിന് കളവ് കേസിൽ പ്രതിയാക്കി. നിങ്ങൾ FIR ഒക്കെ ഒന്ന് വായിക്കണം, ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇരുമ്പ് റിങ് കൊണ്ട് ഇടിച്ചു. എങ്ങനെ? എന്താ ഇരുമ്പ് റിങ്? മോതിരത്തിന് ഈ പറയുന്ന ശശിധരന്റെ പോലീസ് ഇട്ടിരിക്കുന്നത് ഇരുമ്പ് റിങ് കൊണ്ട് ഇടിച്ചു എന്നാണ്. പിന്നെ അതിൽ വിചിത്രമായൊരു സംഗതി ഉണ്ട്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു FIR പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. വാദിയും സുഹൃത്തും. റിമാൻഡ് FIR നോക്കി സുഹൃത്ത് പേര് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തെങ്കിലും വാദിയും സുഹൃത്തും. ആരാ സുഹൃത്ത്? ആരും ആവാം. ഏറ്റവും സ്ട്രോങ് ആയിട്ട് പിണറായിക്ക് എതിരാൻ പറ്റുന്ന ഒരാളെന്നാണ് കൊണ്ടുവന്നിട്ടും ഇതാണ് ആ സുഹൃത്ത് എന്ന് പറയും. കേരളത്തിന്റെ പോലീസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളെടുത്ത് വായിക്കാൻ എൻ്റെ ഫേസ്ബുക്കിലുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നല്ല. FIR എടുത്ത് വായിക്ക്, റിമാൻഡ് റിപ്പോർട്ട് നിങ്ങൾ വായിക്ക്. പ്രതികളെ അവർ കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ട് അവരെ റിമാൻഡ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ പോലീസ് മജിസ്ട്രേറ്റിന് കൊടുക്കുന്ന റിപ്പോർട്ടാണ് ഈ പറയുന്ന എന്ത് കാരണത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് റിമാൻഡ് റിപ്പോർട്ട്. അതിലാണ് ഈ പറയുന്നത് റിങ് കൊണ്ട് ഇടിച്ചു, അങ്ങോട്ടാക്കി ഇങ്ങോട്ട്. അതൊക്കെ പോട്ടെ. ഈ പറയുന്ന എന്തോ ഒരു പേര് പറയുന്നുണ്ട് അവൻ്റെ, ഈ യൂട്യൂബർ, അവനും സുഹൃത്തുനിന്ന്. സംഭവം നടന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടാ ഈ കുട്ടികൾ സറണ്ടർ ആവുന്നത്. അപ്പോഴും സുഹൃത്തിൻ്റെ പേരറിയില്ല. എന്താ കാരണം? ഒരാളെ കിട്ടിയിട്ടില്ല അത് പറയാൻ. അപ്പോൾ MR അജിത് കുമാർ ആളുണ്ടാക്കി കൊടുക്കും. അവനിവിടെയൊക്കെ ഇഷ്ടംപോലെ ആളുണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒന്നും കൂടി എക്സാജറേറ്റ് ചെയ്ത് കോടതിയിൽ പറയാൻ പറ്റുന്ന ഒരു സാക്ഷിയെ അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ കാത്തിരിക്കായി പോലീസ്. എന്നിട്ട് ഞാൻ ഉണ്ടായിരിക്കണോ? അത് നമ്മുടെ പറഞ്ഞു. അപ്പോൾ ആവശ്യം ഉണ്ടാവില്ല. അല്ല, അത് ഞാനിവിടെ പറഞ്ഞു. ഞാൻ നടത്തിയ നിയമസഭയിലെ പ്രസംഗം, ആ പ്രസംഗത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആഫീസ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ, അത് വിവരാവകാശ പ്രകാരം നിയമസഭയിൽ നിന്ന് അദ്ദേഹം വാങ്ങി, അദ്ദേഹം തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഈ പ്രസംഗം വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇങ്ങനെ ഒരു അഴിമതിക്കാരാ, ഇത് അന്വേഷണം എന്നാണ് കോടതി കൊടുത്തത്. വിജിലൻസ് കോടതി അത് പോലീസിന് കൈമാറി, ക്രൈംബ്രാഞ്ചിന് കൈമാറി, റിപ്പോർട്ട് ചോദിച്ചു. അപ്പം എഴുതി കൊടുത്തു, ഇതിലൊരു തെളിവില്ല. ആ വിഷയം കേരളത്തിന്റെ നിയമസഭയിൽ ഉന്നയിച്ച PV അൻവറിനെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ടില്ല. അതാരെ സഹായിക്കാനാണ്? ഞാൻ അതോടുകൂടി നിർത്തിയത്. മനസ്സിലായില്ലേ? പരാതി കൊടുക്കലും ഇപ്പം നിങ്ങളിങ്ങനെ ചോദിക്കുന്നില്ല, പരാതി കൊടുത്തോ എഴുതി. ഞാൻ കൊടുക്കുന്നില്ല, ഞാൻ ഒറ്റ പരാതിയെ കൊടുക്കുള്ളൂ. അത് ബഹുമാനപ്പെട്ട CM-ന് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ കൊടുക്കും. അല്ലാതെ ഒരു പരാതിയില്ല. എന്നെ വഷളാക്കിയില്ലേ MR അജിത് കുമാർ ഈ കേരള സമൂഹത്തിന് മുമ്പിൽ? ഞാൻ അങ്ങാടിപ്പാട്ടല്ല പാടിയത്, കേരളത്തിലെ നിയമസഭയിലാണ് പ്രസംഗിച്ചത്. എൻ്റെ അടുത്ത് ഇപ്പോഴും തെളിവുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് തിരിയാനല്ല, ഇപ്പം ഈ യുദ്ധം ഇവിടെയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പം ഡൈവേർട്ട് ചെയ്യുന്നില്ല. ഞാൻ അതില്ല എന്ന് പറഞ്ഞു തരുമ്പോൾ നമുക്ക് അപ്പം നോക്കാം. അങ്ങനെ ഈ സമൂഹത്തിന് മുമ്പിൽ ഈ പറയുന്ന സാജൻ സ്കറിയയുടെ പിന്നാലെ എത്ര മാസം ഞാൻ കൂടി നിങ്ങൾക്കറിയാലോ. നിങ്ങളിൽ എത്ര ആൾക്ക് അനുഭവമുണ്ട്? എത്ര കുടുംബങ്ങൾ ഇവിടെ നശിച്ചു? പോലീസ് ഓഫീസർമാർ എത്ര പേര് ആത്മഹത്യ ചെയ്തു? രാജ്യദ്രോഹ കുറ്റം ചെയ്തു? അവനെതിരെ കൂടി അവിടെ തന്നെ വഷളാക്കി. നിയമസഭയിൽ ഞാൻ ഉന്നയിച്ച വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം, KRL പദ്ധതിയെ അട്ടിമറിക്കാൻ അന്തർ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്രയും പണം ഇന്ന വഴിക്ക് വന്നിട്ടുണ്ട്, അത് വിജിലൻസിൽ പോയി. ആ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച ഒരു MLA PV അൻവർ വിട് ഒന്ന് വിളിച്ചന്വേഷിച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറ്റിയോ? എന്തടിസ്ഥാനത്തിലായി ഈ ചങ്ങാതി ആ വിജിലൻസ് കോടതിയിൽ ഇങ്ങനെ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞത്? അപ്പൊ പ്രതിപക്ഷം ഉണ്ടൂല. ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്യുക. എവിടെ പ്രതിപക്ഷം? പലരും തൂക്കിലേറ്റപ്പെടും, പലരും 10-20 കൊല്ലം കിടക്കേണ്ടി വരും. ഒരു തർക്കമില്ല, അങ്ങോട്ടേക്കാണ് ഇത് പോണത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നെ അവർ കൊല്ലും എന്ന് പറയുന്നത്. ഞാൻ കൊല്ലപ്പെട്ടേക്കാം, എനിക്കറിയാം.
പക്ഷെ ആ തെളിവുകളൊക്കെ ബാക്കിയായിട്ട് തന്നെ ഞാൻ മരിക്കുള്ളൂ. അതിൻ്റെ സംവിധാനം ഒരുക്കിക്കൊണ്ടിരിക്കുക, അതിനൊരു തർക്കമില്ല. അപ്പം അതാണ് ഇതിലെ വിഷയം. പ്രത്യേകിച്ച് ഈ കേസിലൊക്കെ നവകേരള സദസ്സ് പാർട്ടിയുടെ പ്രസ്റ്റീജ് സംഭവമായിരുന്നു. അവിടെ ഉണ്ടായ ജയിലിലടക്കി ചെയ്യുമ്പോൾ അവിടുത്തെ പാർട്ടി ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ അവരൊന്നും നേരത്തെ എൻ്റെ പ്രശാന്ത് ഞാൻ പറയുന്നവരല്ല, അവരൊക്കെ നിസ്സാര, അവരിത് ഉത്തരവാദിത്തപ്പെട്ടവരെ. ഈ പാർട്ടിയുടെ ഇപ്പം ഈ പറഞ്ഞ പൊളിറ്റിക്കൽ സെക്രട്ടറി അവർ അറിയിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ ഒന്ന് ആലോചിക്കുക, അന്നത്തെ ദിവസം മുഖ്യമന്ത്രി രാവിലെ 9 മണിക്ക് പത്രസമ്മേളനം നടത്തുന്നു. ഈ പറഞ്ഞത് ശരിയല്ല, അവിടെ അക്രമം കാണിക്കാൻ വന്നതാണ്. 7600 ആളുകളോട് പങ്കെടുത്തിട്ടുണ്ട്, ആർക്കും ഒരു പരാതി ഉണ്ടായിട്ടില്ല. പിന്നെ അവിടെ ചെറിയ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയവരാണ് അതിന് കാരണക്കാർ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയല്ല, മുഖ്യമന്ത്രി പച്ചക്കള്ളമാണ് ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്നല്ലേ? PV അൻവർ MLA സംസാരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അദ്ദേഹത്തിന്റെ വാക്കിന് മറുപടി പറയാൻ കഴിയാൻ ശേഷിയില്ലാത്ത നിർത്തിയിട്ടൊന്ന്, അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾ നിർത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലയം സൃഷ്ടിച്ചല്ലേ പോകുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ ഒരു ഫോൺ കോളിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ പോയി നോക്കി എത്ര കിലോ ആഭരണം വീട്ടിലുണ്ടെന്ന് അറിയാം. ഇപ്പൊ പോണം, ചിലപ്പോൾ മാറ്റിയിട്ടുണ്ടാകും, കാരണം ഞാൻ പണി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമല്ല. ഓരോ മാസവും കിലോ കണക്കിന് ആഭരണങ്ങളാണ് പോകുന്നത്. ADGP എന്തിനാ ഇങ്ങനെ ഇടയ്ക്കതിലൊക്കെ ഇറങ്ങുന്നത്? നിങ്ങളാരെയും അന്വേഷിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ നോക്കാനാ. ഗ്രീൻ ചാനലിൽ കൂടെ കടത്തി വിടുന്നുണ്ട് വേറൊരു ഭാഗത്ത്. ഞാനീ പറഞ്ഞ അവരുടെ ആളുകൾ, ആ സംഘത്തിന്റെ ആളുകൾ വന്നാൽ എല്ലാ പ്രോട്ടോക്കോളും മാറ്റി എയർപോർട്ട് വഴി പോയ ആളുകൾക്ക് അറിയുന്നുണ്ടാവും, അവിടെ ഗ്രീൻ ചാനൽ ഉണ്ടാവും. നത്തിങ് ടു ഡിക്ലെയർ, നമുക്ക് അങ്ങോട്ട് പോവാം. അതിന് സംശയം തോന്നുന്നവരെ ഇവർ പിടിച്ച് സ്കാൻ ചെയ്യാം. അപ്പം നത്തിങ് ടു ഡിക്ലെയർ, ഗ്രീൻ ചാനൽ അങ്ങനെ പോകും. അതിനവിടെ എസ്കോർട്ട് ഉണ്ടാവും, വണ്ടി കയറി പോകും. അത് വേറെ ഇതിൻ്റെ ഞാനതിലേക്ക് വരും, അത് വലിയൊരു സബ്ജക്റ്റാണ്. ഇതിപ്പോൾ നമ്മൾ 1 മണിക്കൂർ എടുത്താൽ എനിക്കറിയില്ല, ചിലപ്പോൾ അത് 2-3 മണിക്കൂർ, ചിലപ്പോൾ രാത്രി വരെ ഇരിക്കേണ്ടി വരും. സ്വർണം കടത്തിക്കൊണ്ടേ കേരളത്തെ തന്നെ കടത്തിക്കൊണ്ടിരിക്കുകയാണ്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. ആ കൂട്ടത്തിൽ പാർട്ടിയും കൂടി ഈ സ്റ്റേറ്റിൽ നിന്ന് കടത്താൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അക്കോർഡിംഗ് ടു മീ ഞാനിപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ട്, വായിച്ചാൽ മതി, അതിൻ്റെ ആൻസർ അതിലുണ്ട്. നിർത്താം, നിങ്ങളും കഴിയും. ഓ ആരുടെയൊക്കെ അയക്കണ്ട്? സംസ്ഥാനത്തെ ക്രമസമാധാന മേഖലയിലെ തലപ്പത്തിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് കടുത്ത ആരോപണം ഉന്നയിക്കുന്നത് PV അൻവർ MLA. സ്വർണ്ണക്കടത്ത്, കൊലപാതകമടക്കമുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ തൻ്റെ പക്കലുണ്ട്. ഈ സർക്കാരിനെ വഷളാക്കുന്നത് ഇവരടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ്. MR അജിത് കുമാർ ADGP ആളെ കൊല്ലിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് സംഘത്തെ നയിക്കുന്നത് MR അജിത് കുമാറാണ്. കൊടും കുറ്റവാളിയാണ് അദ്ദേഹം. സർക്കാരിനെ മോശമാക്കാനുള്ള ശ്രമമാണ് ഇവരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരെ ആഞ്ഞടിച്ച് വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു PV അൻവർ MLA. ചില തെളിവുകളും അദ്ദേഹം മാധ്യമപ്രവർത്തകർക്ക് കൈമാറുന്നുണ്ട്. ഒരു ശബ്ദരേഖയുണ്ട്. ആ ശബ്ദരേഖ മാധ്യമപ്രവർത്തകർക്ക് താൻ അയച്ചു നൽകുമെന്നാണ് PV അൻവർ MLA പറയുന്നത്. ഇനി നമ്മൾ വീണ്ടും ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. ഓവർ ടു SK.